നീ ഇത് എവിടെ നിന്ന് ഓടിച്ചോണ്ടേ? കാലിന്റെ അടിയൊക്കെ വെട്ടി കീറി കിടക്കണ. ഇതൊക്കെ 2 വെട്ടലുണ്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് രാവിലെ ഉണ്ടല്ലോ, എനിക്ക് ആകെ വർത്തനം പറയാൻ പറ്റാതായി പോയി. ഇതുണ്ട്, സൗണ്ടൊക്കെ ആകെ മാറി. പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കടന്നുറങ്ങി കേട്ടോ. കടന്നുറങ്ങി എണീറ്റപ്പോൾ അമ്മ അത് കുറച്ച് പൈസ കൊണ്ട് തന്നിക്കണേ. ചോദിക്കുന്ന ഷൂ കിട്ടൂല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടീഷർട്ട് എടുക്കാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പാൻറ് എടുക്കാന്ന് പറഞ്ഞു. ഷൂ പിന്നെ നന്ദുവിൻ്റെ ഷൂ ഉണ്ടാവും, അതെനിക്ക് മേടിക്കണം. അവൻ്റെ ഒരു റെഡ് ഷൂ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതെനിക്ക് മേടിക്കണമെന്നുണ്ട്. ഇപ്പോൾ ശ്രീകുട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും കളിക്കാനാണോ എന്തോ അറിയില്ല. ഇന്നലെ ബോളും കൊണ്ട് വന്നിരുന്നു. ഫുട്ബോൾ കളിക്കാനോ? എനിക്ക് വയ്യ, ഈ തൊണ്ടവേന. രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അതിൽ പല്ല് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ കടന്നുറങ്ങി. തീരെ വയ്യ, സൗണ്ട് ആകെ മാറുന്നുണ്ട്, തൊണ്ട എന്തൊക്കെയാ ആവുന്നുണ്ട്. 2000 ഷൂ ഇട്ടിട്ട് നന്ദുവിന്റെ ഷോപ്പ് ഷൂ ഇട്ടില്ല, അത് തരാന്ന് പറഞ്ഞു. ആ വേണമാ, മേപ്പടി കൽപ്പറ്റ അമ്മ നല്ല കിട്ടിയില്ലല്ലോ. അമ്മ കൽപ്പറ്റ നാളെ എടുക്ക, നാളെ സമയം, നാളെ പോവാ. എത്രയിലൊക്കെ ഞാൻ നോക്കാം. നേരത്തെ റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മള് ബെഡിൽ നിന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇത്ര തന്നെ ഫാനൊക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. ഫാൻ ഇട്ടിട്ട് ഷോർട്സ് ഒക്കെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു കേട്ടോ, യൂട്യൂബിൽ ഇടാറുള്ള. അപ്പോൾ നമ്മള് മെല്ലെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. തൊണ്ട എന്താ അറിയില്ല, ചുമ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. കഴിക്കാൻ മുട്ടക്കറി ഉണ്ട്, മുട്ടക്കറി മാത്രമേ തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചായിട്ട് എങ്ങനെയും ബോറടി മാറ്റാനുള്ള സംഗതി നോക്കാം കേട്ടോ. എനിക്ക് ബോറടി മാത്രമല്ല, എന്താ കുടുങ്ങി കിടക്കണ പോലെയൊക്കെ, എന്താ ചുമ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചായിട്ട് നമ്മളെ ബോറടിയും മാറ്റാം. പിന്നെ ഒരു ക്ഷീണം അതൊക്കെ വന്ന് എങ്ങോട്ടെങ്കിലൊക്കെ മാറ്റിയേക്കാളുള്ള എന്തെങ്കിലുമൊക്കെ സംഗതി നമുക്ക് നോക്കാം. ഇന്നലെ വെളിച്ചിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓല അമ്മ ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ചൂലിന് വേണ്ടിയിട്ട് നന്നാക്കണമൊക്കെ ഇവിടെ കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഈർക്കിലൊക്കെ അവിടെ കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നന്നാക്കാം. അമ്മ വെയ്യമ്മ ആകെ, ഞാൻ ഉള്ളിൽ ഫുള്ള് എഡിറ്റ് ചെയ്തു. അമ്മയ്ക്കൊന്നും അറിയാത്ത പോലെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, തൊണ്ടയിൽ എന്തൊക്കെയായി. അല്ലെങ്കിൽ ഓരോ കാര്യം എടുക്കുമ്പോൾ ഇങ്ങനെ വിളിക്കൊന്നുമില്ല. എന്നിട്ട് വിളിക്കാത്തപ്പോൾ അടുത്ത് പോയിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറയും, നന്നായിക്കോട്ടെ, ഇത്ര നേരമായിട്ട് ഒറ്റയ്ക്ക് നന്നാക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. നേരത്തെ ഇത്ര നേരം ഞാൻ ഫ്രീ ആയിട്ട് അകത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിളിക്കണമെങ്കിൽ കുറച്ച് നേരം ഞാനും വന്ന് നന്നാക്കി കൊടുത്തേനെ. നിനക്ക് ഇന്നലെ കൊണ്ടുവന്നു കുറേശ്ശെ നന്നാക്കിക്കൂടെ? ഞാൻ വിളിക്കണ്ട കാത്തിക്കണ്ടല്ലോ. നീ ഇത് എവിടെ നിന്ന് ഓടിച്ചോണ്ടേ? ആ മരത്തുമേലെ കയറി പോയടാ. ഒരു വരടാ ചെറുത്, ചെറിയ അണ്ണാന്. ഇവ ഈ റോട്ടിൽ കൂടെ ഓടിച്ചോണ്ട് നിൽക്കുക അണ്ണാനെ. ഇത് ഈ വഴി കൂടെ ഓടിച്ചോണ്ട് നിൽക്കുക. അണ്ണാനുണ്ട് പറഞ്ഞിട്ട് ആ റോട്ടിൽ കൂടെ അണ്ണാനല്ലേ ഓടിച്ചോണ്ട് നിൽക്കുക. ആ റോട്ടിൽ കൂടെ സൈഡിൽ കൂടെ അണ്ണാനെ ഓടിച്ചോണ്ട് നിന്നിട്ടേ ഈ മരത്തിന്റെ മേലെ കൂടെ കയറ്റിയത്. ഫുട്ബോൾ കളിക്കാം, കുറച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കട്ടെ. ഇങ്ങനെ പിടി. ഇങ്ങോട്ട് കൈ കൊണ്ടല്ല, അത് വെച്ചിട്ട്
ഹാൻഡ് അണി അറിയട്ടെ അതാണ് അതാ പോണേ അതാ പോണേ അറിയില്ലേ അതാ പോയി എടാ എറിയട്ടാ ഹെഡ് കളിച്ച് ഒരു വട്ടം ഇവിടെ നിന്നവേ എനിക്ക് അങ്ങോട്ട് ഹെഡ് ഇട്ടാന്ന് കേട്ടോ. അങ്ങോട്ട് ഇട്ടാന്നപ്പോൾ അത് നേരെ തോട്ട് പോയി. എന്നിട്ട് അത് എന്നെ കൊണ്ട് എടുപ്പിച്ച് പിന്നെ ഞാൻ അവനിട്ട് കൊടുത്ത് അവൻ എടുത്തില്ല. അത് നേരെ അപ്പുറം ഈ ഭാഗത്തുള്ള തോട്ട് പോയി. എന്നിട്ട് അത് എന്നെ കൊണ്ട് എടുപ്പിക്കാൻ നിന്ന്. ഞാൻ എന്നിട്ട് അത് നേരെ അവൻ്റെ അനിയനെ കൊണ്ട് എടുപ്പിച്ചത്. നേരെ ക്യാമറയുടെ മുന്നിൽ എന്തൊക്കെയോ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നില്ല. ഒരു നീലയാണ് തോന്നുന്നത്, എനിക്ക് ശരിക്കും അറിയില്ല, നീലയാണ് തോന്നുന്നത്. ഏതോ ഇട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നില്ലേ, അവനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. പാലിൻ്റെ അടിയൊക്കെ വെട്ടി കീറി കിടക്കണേ. ഇതൊക്കെ 2 വെട്ടലുണ്ട്. അതൊക്കെ ഒന്ന് ഇവിടെ നല്ല കയറിക്കണത്, നല്ല കയറിക്കണം. ഒന്ന് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. പിന്നെ ഒന്നുണ്ടോ ഇവിടെ. പുള്ളിയൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായി സെറ്റായി ഇരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല തൊണ്ടേൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒരുമാതിരി ആവുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, ചെറിയൊരു കുറവുണ്ട്. സൗണ്ട് രാവിലെ ആയാലേ സൗണ്ടിൽ മാറ്റം വരുള്ളൂ. അത് മാത്രമല്ല ഉണ്ണി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണി ഇന്നിവിടെ കൂടുന്ന പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല മാളുണ്ട് ഇവിടെ, മാളുണ്ട്. പിന്നെ ഏതാ ഉണ്ണി മൊബൈലിൽ കളിച്ചുകൊണ്ട് നിൽക്കണേ, ഉണ്ണി മൊബൈലിൽ കളിക്കണേ. ഉണ്ണി റീൽസ് കണ്ടുകൊണ്ട് നിൽക്കണ മാളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. മാൾ വൈകുന്നേരം ഫുട്ബോൾ കളിച്ചില്ലേ, അപ്പോൾ കാലിൻ്റെ അടിയിലായ മുറിയുണ്ടല്ലോ, ഭയങ്കര വേദനയാണ്, ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. ഇപ്പോൾ അധികം നടക്കാൻ പറ്റില്ല. ഓരോന്ന് കഴിയാനാകുമ്പോൾ ഓരോന്ന് വലിഞ്ഞു കയറി വന്നുകൊണ്ടിരിക്കുക. സാനിറ്റൈസർ ഒഴിച്ച് നോക്കിയാലോ, സാനിറ്റൈസർ ഒഴിച്ച് കൊടുക്കുക, നമുക്ക് നോക്കി നോക്കാം. അതാണെങ്കിൽ വേഗം ഉണങ്ങും ചെയ്യും. വല്ല കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്പം തന്നെ തീർക്കുകയും ചെയ്യാം. സാനിറ്റൈസർ ഉണ്ട്, നമുക്ക് ഒഴിച്ച് നോക്കി നോക്കാം. നീല സാനിറ്റൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു വട്ടമില്ല, കയ്യിലാക്കിയിട്ട് കത്തിച്ച് നോക്കി കിട്ടും. നല്ല കത്തുണ്ട് ഇത്. ഒറിജിനൽ സാനിറ്റൈസർ. എന്തായാലും സാനിറ്റൈസർ കത്താതെ ഇരിക്കുമോ. അപ്പോൾ ഒഴിച്ച് നോക്കാം. കാടും ഞാൻ മിക്കവാറും മുറി എവിടെയാ ഇതുണ്ടോ വലുത് കാണുന്നുണ്ടോ? അവിടെ ക്യാമറയില്ലേ, കാണുന്നുണ്ടോ? എടുക്കാൻ ഒഴിക്കാൻ കേട്ടോ, ഒഴിക്കട്ടെ. വേദനിക്കടാ, എനിക്കറിയാം. കെട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം മാറാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ. അതാണ് ഈ കുറേ സമയം എടുത്തിട്ടായിരിക്കും ഇത് മാറുക. കെട്ടി വെക്കാത്ത കൊണ്ട് നമുക്ക് ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ മുറി ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല കാറ്റ് കയറുമല്ലോ, അപ്പോൾ വേഗം ഉണങ്ങി കൂടും അത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.